കനത്ത മഴയെ തുടർന്നുണ്ടായ കുത്തൊഴുക്കിൽ മരങ്ങളും മറ്റും ഒഴുകി വന്ന് മുളപ്പുറ പാലത്തിൽ തങ്ങി നിന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. ഒരാഴ്ച മുമ്പാണ് പാലത്തിന്റെ വാർപ്പ് നടന്നത്. 16-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ മുതൽ നാട്ടുകാരിറങ്ങി മരവും മറ്റ് ചപ്പുചവറുകളും അടിഞ്ഞത് നീക്കം ചെയ്തത്. ഇതിന് സമീപത്ത് നിർമ്മിച്ച താൽക്കാലിക പാലം കനത്ത കുത്തൊഴുക്കിനെ തുടർന്ന് ഇന്നലെ ഒഴുകിപ്പോയിരുന്നു. ഇതുമൂലം ഈ മേഖലയിലുള്ള യാത്രയും പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. മുളപ്പുറയിലുള്ള 2 ദേവാലയത്തിലേക്കും ഇതുവഴിയാണ് ദിവസേന ആളുകൾ യാത്ര ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ പാറോത്തേരു മേഖലയിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പാലത്തിനെ ആശ്രയിച്ചാണ് മറുകരയിലെത്തുന്നത്. അതും ഇപ്പോൾ സാധിക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിലോമീറ്ററുകൾ ചുറ്റി വേണം ആളുകൾക്ക് യാത്ര ചെയ്യാൻ. പഞ്ചായത്ത് ഇടപെട്ട് അടിയന്തരമായി ഇവിടെ ഒരു താൽക്കാലിക പാലത്തിനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുളപ്പുറ പാലം ഈ കഴിഞ്ഞ മാർച്ചിന് മുമ്പേ പൂർത്തീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ പണി ആ സമയത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി അതിന്റെ പ്രോട്ടോകോളിൽ ഉള്ളതുകൊണ്ട് പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല. എന്നാലും കോൺട്രാക്ടറുടെ നിതാന്തര ജാഗ്രതയാണ് നമ്മൾ ഈ മഴക്ക് മുമ്പ് ഈ പാലം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തെ വളരെയധികം അഭിനന്ദിക്കുകയാണ്. എന്നിരുന്നാലും ഈ കാലവർഷം നമുക്ക് നേരത്തെ പ്രതീക്ഷിക്കുന്നതിൽ നേരത്തെ വന്നതുകൊണ്ട് ഇന്നലെ ഇപ്പോൾ ശക്തമായ മഴയായിരുന്നു. എന്നാൽ പയ്യന്നൂർ ഭാഗത്തേക്കൊന്നും മഴയില്ല. നമ്മുടെ ഈ ചെറുപുഴ പഞ്ചായത്തില് അതുപോലെ തന്നെ ഈശ്വരേരി ആലക്കോട് പഞ്ചായത്ത് മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തിട്ടുള്ളത്. അതിശക്തമായ കാലവർഷത്തിൽ തന്നെ വെല്ലുന്ന തരത്തിലുള്ള ഒരു വേനൽ മഴയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഫലമായി ഈ പുഴയിലുള്ള മുഴുവൻ ചണ്ടി ഭണ്ഡാരങ്ങളെല്ലാം ഒഴുകി നമ്മുടെ മുളപ്പുറ പുഴയുടെ സൈഡിലേക്ക് വരികയും അവിടെ നമ്മൾ താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ താൽക്കാലിക പാലത്തിന്റെ സെൻട്രൽ നമ്മൾ തൂണ് കൊടുത്ത് താൽക്കാലികമായി നിർമ്മിച്ചതാണ്. മഴ വരുമ്പോൾ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഉദ്ദേശം നിർമ്മിച്ചതാണ്. എന്നാലും അത് പെട്ടെന്നുള്ള മഴ കാരണം അത് മുഴുവൻ ചണ്ടി ഭണ്ഡാരങ്ങൾ ഇതിന് വന്ന് അടിയുകയും ആ പാലത്തിന്റെ തൂണ് പോവുകയും അങ്ങനെ ഇപ്പം ഗതാഗത യോഗ്യമല്ലാത്ത, അതായത് താൽക്കാലികമായി നടപ്പാലമാണ്. അമ്പലവും ക്ഷേത്രവും പള്ളി എല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ നടപ്പാത എന്ന രൂപത്തിൽ നിർമ്മിച്ചതാണ്. അത് പോയിരിക്കുകയാണ്. അതിന്റെ ഫലമായി തന്നെ ആ മണ്ണും ഈ ചണ്ടി ഭണ്ഡാരങ്ങൾ മുഴുവൻ നമ്മുടെ ഈ പാലത്തിന്റെ ആംഗ്ലറിൽ മുഴുവൻ ഒന്ന് തങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി വളരെയധികം ഭയാനകമായിരുന്നു. എല്ലാ രംഗങ്ങളിലും ബന്ധപ്പെട്ടിരുന്നു. കാരണം ഇത് വലിച്ചു മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നോക്കി എന്തുകൊണ്ടോ നമ്മുടെ ഭാഗ്യം കൊണ്ട് രാത്രി മഴ പെയ്യാത്തതുകൊണ്ട് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ മുതൽ ഞങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഈ ചണ്ടി ഭണ്ഡാരങ്ങൾ മുഴുവൻ വലിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ വളരെ കുറവാണ്. 3-4 ആളുകളാണ് ഇതുമായിട്ട് സഹകരിക്കാനുള്ളത്. എന്നിരുന്നാലും ഈ ഇത് എത്രയും പെട്ടെന്ന് ഇത് വലിച്ചു നീക്കിക്കൊണ്ട് നമ്മുടെ പാലത്തിന്റെ സുരക്ഷ നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ ഒരു 5-10 ദിവസം കൂടി നമുക്ക് കഷ്ടിച്ച് കിട്ടിയാൽ മതി. കാരണം അതിന്റെ സ്പാൻ വാർത്തിട്ട് 10-20 ദിവസങ്ങൾ കഴിഞ്ഞു. സ്ലാബ് വാർത്തിട്ട് ഇപ്പോൾ 5-6 ദിവസങ്ങളായി. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ ഒരു അവസ്ഥയില്ല. എന്നിരുന്നാലും ഇത് മരങ്ങളോ ഒന്നോ തട്ടാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ താൽക്കാലിക നടപ്പാലം ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്ത് അധികൃതർ വളരെയധികം സഹായിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം. അടുക്കള ഒരുക്കാൻ ഇനി സ്റ്റൈലൻ വഴികൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഇതാ പുതിയ ഭാവത്തിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റവ്, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, മിക്സി തുടങ്ങി അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, അലുമിനിയം, സെറാമിക്, ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഒരൊറ്റ കിടക്കീഴിൽ. ഏറ്റവും പുതിയ ഗിഫ്റ്റ്സും ആകർഷകമായ ഫെസ്റ്റിവൽ ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടെ വിശ്വസിക്കാവുന്ന ക്വാളിറ്റിയും മികച്ച സർവീസും. ഷോപ്പിംഗിനെ ആഘോഷമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ